ഞങ്ങളിതിൻ്റെ ഈ മെത്തേഡ് ഞങ്ങൾ സാധാരണ പറയണ പോലെ ഹൈ ഡെൻസിറ്റി ഫാമിങ് പോലെ ഞങ്ങൾ ചെയ്തുള്ളത് കേട്ടോ. ഒന്നിനും പ്രത്യേകിച്ച് വലിയ വരമ്പും അതിരും കോലും ഒന്നുമില്ല. അത് ഞങ്ങളുടെ മെത്തേഡിൽ ഹൈ ഡെൻസിറ്റി ഫാമിങ് അതിന് ചെയ്യാമെന്നൊന്നും അറിയില്ല. പക്ഷേ എല്ലാതും ഫുൾ അടുത്തടുത്താണെന്നാണ് എൻ്റെ ഒരു ധാരണ. ഇത് ഞങ്ങളുടെ ഹൈ ഡെൻസിറ്റി ഫാമിങ് ആണിത്. ഹൈ ഡെൻസിറ്റി ഫാമിങ് അത്യാവശ്യം കയ്പക്കായും എല്ലാ സാധനങ്ങളും ഉണ്ടായിട്ട് നന്നായി ഉണ്ടായിട്ടുണ്ട്. ഒരു മഷ്റൂം ഉണ്ടായിട്ടുണ്ട് അവിടെ. ഇഞ്ചി കയ്പക്കായതേ ഉണ്ടാവണു. ഗ്രീൻ കളറാണ്, വൈറ്റാണ് ഞങ്ങൾക്ക് ഇഷ്ടം, പക്ഷെ ഗ്രീനാണ് ഉണ്ടായത്. കുഞ്ഞ് തേനീച്ചയാ, വലിയ തേനീച്ചയല്ല വരിക. ഹണി ഈ ലോങ്ങനെ, വൈറ്റ് ലോങ്ങനാണത്. പോളിനേഷന് വന്നിരിക്കുന്ന തേനീച്ച നോക്കി നിങ്ങൾ. ഏറ്റവും കുഞ്ഞ് തേനീച്ച, ഏറ്റവും ബെസ്റ്റ് ഹണിയാന്നല്ലേ പറയണേ, ചെറുതേന്. അതാണ് ഇതിന് വന്നുള്ളത്. ഇവിടെ കൂടുകയെന്നൊന്നും അറിയില്ല, പക്ഷെ നന്നായി വന്നിട്ടുണ്ട്. കണ്ടോ, ഒരെണ്ണത്ത് 10-30 എണ്ണം വന്നിട്ടുണ്ട് എല്ലാ സ്ഥലത്തും. ഞാൻ ആദ്യമായിട്ട് ഇത് ഒബ്സർവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എല്ലാത്തിനും ചെറിയ പ്രാണീനും എല്ലാ കുഞ്ഞും കുറുമിനും ഒക്കെ ഞാൻ നോക്കണതാണ്. പക്ഷെ ഇന്നാണ് ആദ്യമായിട്ട് ഇത്രയധികം തേനീച്ച വന്നത് കണ്ടല്ലോ. ഇവിടെ അടുത്ത് വല്ലയിടത്തും കൂടുണ്ടാവും, അത് കാരണമാവും. ഗ്രേപ്സിൻ്റെ മേലേക്ക് കയ്പക്കായ പടർന്നുണ്ടെങ്കിൽ അതിനൊന്ന് മാറ്റി കൊടുക്കണം. ഗ്രേപ്സിന് പാകത്തിന് ജീവിക്കണ്ടേ. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെയും ചെയ്യണം. ഇതൊക്കെ നമ്മൾ എല്ലാ ദിവസവും വന്നിട്ട് ഓരോ വള്ളികളും അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി. ചില ദിവസം ഞാൻ എൻ്റെ മടി പിടിച്ചിട്ട് മാറ്റിയില്ലെങ്കിൽ മൊത്തം ഗ്രേപ്സുമേയും ഓരോ മറ്റേ ചെടിയും വെക്കി ഇതിങ്ങനെ പടർന്ന് ചുറ്റിണ്ടാവും. പിന്നെ അത് ഭയങ്കര മെനക്കെടാവും. ഓരോ വള്ളി പതുക്കെ പൊട്ടാണ്ട് തിരിച്ച് നമ്മുടെ അതിനെ ശരിയായ വഴി കൂടെ വിട്ട് കൊടുക്കാൻ നമുക്ക് ഭയങ്കര കഷ്ടമാവും. ആദ്യം തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോകും. ഇതുണ്ടോ, ഈ കപ്പ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഈ പയറിനും ഈ കയ്പയ്ക്കൊക്കെ അപകടമാണെന്ന് വിചാരിച്ച് ഞാൻ ഈ വടി കെട്ടിയിട്ട് അതിനെ വള്ളി കെട്ടി വളച്ച് റോഡിൻ്റെ ആ സൈഡിലേക്ക് ഇങ്ങനെ വിട്ടെടുക്കുക. അപ്പോൾ ആർക്കും ബുദ്ധിമുട്ടില്ലാണ്ട് ആ റോഡ് സൈഡിലേക്ക് തന്നെ ചാഞ്ഞിട്ട് അത് ഉണ്ടായിക്കോളൂല്ലോ എന്ന് വിചാരിച്ചിട്ട്. കണ്ടോ, അങ്ങനെ ഉണ്ടാക്കിയിരിക്കണ്ട. വെണ്ടക്കായ കുഴപ്പമില്ലാത്തതാണ്. തന്നെ ഇതിന് കൊമ്പൻ വെണ്ടക്കായ എന്തെന്നോ ഒരു പേര് പറയും, പക്ഷേ എനിക്കറിയാൻ പാടില്ല. പക്ഷേ അത്യാവശ്യം ഒരു 4-5 എണ്ണമാണെങ്കിൽ ഒരു തോരൻ വയ്ക്കാനുള്ളതായി. അത്രയ്ക്കധികം അത്ര വലിപ്പം. അത് വേഗം മൂത്ത് പോകുമ്പോൾ ഒരു ദിവസം നോക്കിയില്ലെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അത് മൂത്ത് ഇതായി പോകും. അത് കാരണം എല്ലാ ദിവസവും വന്ന് നോക്കണം. ഇന്നല്ലേ